നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഏവർക്കും ചെമ്മാട് തൂബ ജോബയുടെ റംസാൻ ആശംസകൾ. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാട് പോസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചെമ്മാടിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. വികസനക്ഷേമ പദ്ധതിയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തായി തല ഉയർത്തി നിൽക്കുമ്പോൾ നാടിൻ നേട്ടം മട്ടിമറയ്ക്കാൻ കേന്ദ്രമൊരുക്കും കുതന്ത്രങ്ങൾ പരിഷ്കൃത ജനതയ്ക്ക് അപമാനം പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ. ഇൻകുലാബ് സിന്ദാബാദ്. ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിന് കേരളത്തോട് ശത്രുതാപരമായ നിലപാടാണെന്നും കേരളത്തിൽ ദുരന്തം സംഭവിക്കുമ്പോൾ സാങ്കേതിക തടസ്സം പറഞ്ഞ് ഫണ്ട് നൽകാതിരിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ ദുരന്തം സംഭവിക്കുമ്പോൾ ആ സാങ്കേതിക തടസ്സം ഇല്ലാതിരിക്കുന്നത് കേരളത്തോട് കാണിക്കുന്ന വിവേചനമാണെന്നും കേരളം ഇന്ത്യയിൽ തന്നെയുള്ള സംസ്ഥാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് സ്വീകരിക്കുന്ന വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നാം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നന്മ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ സമരത്തിന് നാം ഒരുങ്ങിയിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം അവഗണിച്ചാൽ അതിന് ബദൽ മാർഗങ്ങൾ തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടായിരിക്കും കേരളം ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇവിടെ നാം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത് ജനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോ നിവേദനം കൊണ്ടൊന്നും തീരുന്നതല്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി ധാരാളം നിവേദനങ്ങളുണ്ട്. ആ നിവേദനങ്ങൾക്ക് ഒരു പരിഗണനയും ലഭിക്കാത്തത് കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസം 8-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ പോയി സമരം നടന്നില്ല. അതേപോലെ തന്നെ 5 സംസ്ഥാനങ്ങളിലെ BJP ഇതര ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ കേരളത്തിൽ ഇവരുടെ യോഗം വിളിച്ചു. ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ ധനമന്ത്രിമാരും ഒരേ വികാരത്തിൽ പ്രകടിപ്പിച്ചു. ആ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം നൽകാത്തതിനെതിരെ അവർ പ്രതിഷേധ സ്വരം ഉയർത്തി. ചടങ്ങിൽ G. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം നിയാസ് പുളിക്കലകത്ത, NCPS ജില്ലാ വൈസ് പ്രസിഡന്റ് P. മധു, INL ജില്ലാ ജനറൽ സെക്രട്ടറി CP അബ്ദുൽ വഹാബ്, കേരള കോൺഗ്രസ് M യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പരമേശ്വരൻ, RJD ജില്ലാ വൈസ് പ്രസിഡന്റ് T. മൊയ്തീൻകുട്ടി, നാഷണൽ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഹംസക്കുട്ടി, CPIM ജില്ലാ കമ്മിറ്റി അംഗം VP സോമസുന്ദരൻ, താണിക്കൽ ഇസ്മായില, മലയിൽ പ്രഭാകരൻ, K. മൊയ്തീൻ കോയ, CPIM ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അഡ്വക്കസി ഇബ്രാഹിം കുട്ടി സ്വാഗതവും K. രാമദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.